ഏറ്റവും കൂടുതൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് 10 തികഞ്ഞ് നിൽക്കുന്ന ഈ മൃഗം പ്രസവിക്കാനായിരിക്കുന്നു, നാളെ മറ്റന്നാൾ പ്രസവിക്കും. പക്ഷെ ആ മൃഗത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ വീട്ടിലെ ഉമ്മാമക്ക് സൗകര്യമുണ്ടോ, ഉപ്പക്ക് സൗകര്യമുണ്ടോ? ഇല്ല. എന്തേ കാര്യം? അതിലും വലിയ സംഗതിയാ തലയിൽ കത്തുമ്പോ എന്ത് മലയിൽ കത്തല്. അതിലും വലിയ സംഗതിയാ ലോകത്ത് നടക്കുന്നത്. ലോകം ഒന്ന് അടങ്ങി നിൽക്കണ്ടേ, ലോകം മൊത്തം ഓടുകയാണ്. അപ്പൊ ഇവർക്ക് ഒട്ടകത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. വൈദൽ ഇശാറു ഉത്തിലത് വൈദൽ വുഹൂഷു ഹുശിറത് വൈദൽ വുഹൂഷു ഹുശിറത്. വന്യമൃഗങ്ങളെ നാട്ടുമൃഗങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, എല്ലാവരും സമ്മേളിച്ചിട്ടുണ്ടാകും പരസ്പരം ആക്രമണമില്ലാത്ത രൂപത്തിൽ. വൈദൽ ബിഹാറു സുജ്റത്. സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിൽ അപ്പുറമുള്ള ഒരു സംഗതിയാ പറഞ്ഞത്. വൈദൽ ബിഹാറു സുജ്റത്. ഇന്നെവിടെയോ തീപിടുത്തമുണ്ടായെന്ന് കേട്ടാൽ ഫയർഫോഴ്സ് ഓടിച്ചെന്നതാ വെള്ളം, ശരിക്ക് വെള്ളം അടിച്ചിട്ടാണ് അത് അണച്ചു കളയുന്നത്. വെള്ളം കൊണ്ടാണെന്ന് തീപിടുത്തം അണച്ചു കളയുന്നത്. ആ ഘട്ടത്തിൽ ഇനി ഖിയാമത്ത് നാൾ നടക്കുമ്പോ, ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോ അന്ന് വൈദൽ ബിഹാറു സുജ്റത്, കടലുകളായ കടലുകളൊക്കെ പെട്രോളിനേക്കാൾ ശക്തമായി കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ കടലും തോടുമൊക്കെ കത്തും. പെട്രോൾ എണ്ണപ്പാടത്ത് തീ കൊടുത്തതുപോലെ മൊത്തം കത്തും. കത്തിയിട്ട് വരണ്ടുണങ്ങും. എന്തായിരിക്കും അന്നത്തെ അന്തരീക്ഷത്തിന്റെ ഒരു അവസ്ഥ? അന്നത്തെ ഒരു പുക പടലങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മൊത്തം കത്തുക, മൊത്തം കത്തും. ചുറ്റുമാണ് വെള്ളം എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്സീകരണം ഒന്നും കൂടെ ലഭിച്ചാൽ വെള്ളം കത്തും. അല്ലാഹു തആല ചെറിയ ഒരു സംവിധാനമേ നടത്തേണ്ടതുള്ളൂ. വെള്ളം കത്തിയാളും, വെള്ളം കത്തിയാളും എന്നൊക്കെ ചെറിയൊരു തടസ്സം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല വെള്ളത്തെ കത്തിക്കും. പെട്രോളിനേക്കാൾ ശക്തമായിട്ട് വെള്ളം കത്താൻ തുടങ്ങും. കടലുകളായ കടലുകളൊക്കെ കത്തും. ഇത് നമുക്ക് പറയുമ്പോൾ, മോമിനീങ്ങളായ നമുക്കിത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, നടക്കാനുള്ളതാണ്. ഇതിനൊക്കെ എന്തേ വേണ്ടതുള്ളൂ? ആ സമയം കേട്ടാകേണ്ടതേ ഉള്ളൂ. സമയമായാൽ നടക്കും. നടക്കുമ്പോ അന്ന് ഇതിനെ കുതിര കയറാൻ ഒറ്റ കുട്ടിയും ഉണ്ടാകൂല. ലൈസലി വഖഅതിഹാ കാദിബ. ഇത് നടക്കുമ്പോൾ ഇതിനെ കളവാക്കാൻ പറ്റിയ ഒരൊറ്റ കുട്ടിയും ഒന്നുണ്ടാവില്ല, ഒരു മെമ്പറും ഉണ്ടാവില്ല. വൈദൻ നുഫൂസു സുവ്വിജത്ത്. അങ്ങനെ പർവ്വതങ്ങളായ വൈദൻ നുഫൂസു സുവ്വിജത്ത്, ഓരോ ആളുകളെയും അവർക്ക് പറ്റിയവരോടൊപ്പം ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ, വൈദൻ നുഫൂസു സുവ്വിജത്ത്, സാലിഹീങ്ങളെ കൂടെ, കുടിയന്മാരുടെ കൂടെ, അതേ രൂപത്തിൽ ഓരോരുത്തരെയും പ്രവർത്തകന്റെ കൂടെ, ഓരോരുത്തരെയും പറ്റിയവന്റെ കൂടെ ഇണക്കപ്പെട്ടാൽ, ഇതാ വൈദൻ നുഫൂസു സുവ്വിജത്ത് എന്ന് പറഞ്ഞതിന്റെ ആശയം ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം. കൂടുതൽ അത് പറയേണ്ടതാണ്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. കാരണം ഇന്ന് നമുക്കിത് തീരണം. ഖാഫിളത്തുൻ റാഫിയ, ഖാഫിളത്തുൻ റാഫിയ. അപ്പൊ ശരിക്ക് കണ്ട നിങ്ങൾ എത്ര ഭീതിതമായ രംഗമാണ്. ശരിക്ക് ഖിയാമത്ത് നടന്നതുപോലെ നമുക്ക് തോന്നുന്നില്ലേ ഈ ചിത്രം ഇങ്ങ് വിവരിക്കുമ്പോ? അതാ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഖിയാമം കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് കാണണമെങ്കിൽ സൂറത്തു തക്വീർ പാരായണം ചെയ്തോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. ഇനി ഖാഫിളത്തുൻ റാഫിയ, ഖാഫിളത്തുൻ റാഫിയ, ചില ജനങ്ങളെ ഉയർത്തുകയും ചില ജനങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്ന മഹാസംഭവം. ചില ജനങ്ങളെ ഉയർത്തുകയും ചില ജനങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്ന സംഭവം. ഖാഫിള, ചില ജനങ്ങളെ താഴ്ത്തുന്ന മഹാസംഭവമാണത്. അത് നടക്കുന്നതോടുകൂടെ ചില ജനങ്ങൾ ഒന്നുമല്ലാതെ അതപ്പതിച്ചു പോകും. ചിലരോ മഹാഭാഗ്യവാന്മാരാണ്. അതും പറഞ്ഞെങ്കിലേ തിരിയൂ. മഹാന്മാർ വിശദീകരിച്ചു, ഖാഫിളത്തുൽ ലിയഖ്വാമിൻ റാഫിയത്തുൽ ലിയഖ്വാം. ചില ജനങ്ങളെ താഴ്ത്തുകയും ചില ജനങ്ങളെ പൊക്കുകയും ചെയ്യും. അതേ ഓർഡറിൽ തന്നെ താണ ജനങ്ങളെക്കുറിച്ചും മുന്തിയ ജനങ്ങളെക്കുറിച്ചും അല്ലാഹു പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നന്നായി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലമാണ് മഹാന്മാര് പറയുന്നത് സൂറത്തുൽ ഗാശിയയുടെ ആദ്യത്തെ വരികൾ. ഹല്ലതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ നാനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീ
ലാ യുസ്മിനു വലാ യുഗ്നി മിൻ സൂ. സുബ്ഹാനല്ലാഹ്, അത് താണ ജനങ്ങളെ കുറിച്ചുള്ള അവതരണമാണ്. പിന്നെ ഉജൂഹു യൗമൈദിൻ നാഇമ, ഉയർന്ന ജനങ്ങളെ കുറിച്ചുള്ള അവതരണമാണ്. അത് രണ്ടും ഒന്നിട്ട് പരിചയപ്പെട്ടാൽ ഹാഫിളത്തുൻ റാഫിയ എന്ന് പറഞ്ഞത് അങ്ങ് തിരിയും. ഹാഫിളത്തുൻ റാഫിയ എന്ന് തിരിയണമെങ്കിൽ അതെങ്കിലും ഒന്ന് ചെറുതായി പറയേണ്ടി വരും. ഹാഫിളത്തുൻ ചില ജനങ്ങളെ താഴ്ത്തുന്ന. അല്ലാഹു പറഞ്ഞു ഹല്ലതാക ഹദീസുൽ വാശിയ, നബിയെ എല്ലാ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന, മൂടി നിൽക്കുന്ന ആ മഹാദുരന്തം നിങ്ങൾ അറിഞ്ഞു. ഹല്ലതാക ഹദീസുൽ വാശിയ, സർവ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തത്തെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയില്ല നബിയേ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലേക്ക് അവതരിക്കുന്ന സമയത്ത് ശരിക്ക് അത് ആവേശത്തോടെ ഉൾക്കൊണ്ടവരാ, അത് ഉൾക്കൊള്ളേണ്ട ഗൗരവത്തോടെ ഉൾക്കൊണ്ടവരാ. അള്ളാഹുവിന്റെ റസൂൽ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് കേൾക്കുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പം അതിന് വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനനുസരിച്ച് വികാരപ്പെട്ടിരുന്ന അവസരങ്ങളുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിയിലൂടെ അങ്ങനെ പോകുകയാണ്. പഴയ കാലത്ത് അങ്ങനെയാ, വഴികളിലൂടെയൊക്കെ പോകുമ്പോ അവിടുത്തെ ഉമ്മാമമാര് ഖുർആൻ ഇങ്ങനെ ഓതുവായിരുന്നു. ഇന്ന് പോകുമ്പോ അങ്ങനെയല്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാഹ് പറയും. ഇന്നത്തെ അവസ്ഥ എന്ത്, പഴയ കാലത്തെ അവസ്ഥ എന്ത്. ഏതാവട്ടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉമ്മാമ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഹല്ലതാക ഹദീസുൽ ഖാശിയ, നബിയെ എല്ലാ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തം, ആ ദുരന്തത്തിന്റെ സന്തോഷവും ആ ദുരന്തത്തിന്റെ ദുഃഖവും ഒക്കെ വലയം ചെയ്യാത്ത ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. ചിലരെ സന്തോഷമായിരിക്കും, ചിലർക്ക് അത് സമയത്ത് സങ്കടമായിരിക്കും. ഇത് രണ്ടുമുണ്ട്. അത് നബിയെ നിങ്ങൾക്ക് കേട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ ആ വാർത്ത എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് അതിൽ ആവേശം കൊണ്ട് 2-3 തവണ ആവർത്തിച്ചതോതി. ഹൽ അതാക ഹദീസുൽ ആശിയ, ഹൽ അതാക ഹദീസുൽ ആശിയ, ഹൽ അതാക ഹദീസുൽ ആശിയ. നടന്നു പോകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉടനെ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടു. ആ ഓത്തിങ്ങനെ കേട്ടപ്പോൾ നബി തങ്ങൾ സഡൻ ബ്രേക്ക് ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടു. ശ്രദ്ധിച്ച് കേട്ടിട്ട് നബി പറഞ്ഞു, നഅം 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 ഖദ് അതാനി ഖദ് അതാനി ഖദ് അതാനി. അതെ അതെ അതെ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ ബേജാറിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതാ തുടക്കം. നബിയെ നിങ്ങൾക്ക് എല്ലാ മുഖങ്ങളെയും പൊതിഞ്ഞു നിൽക്കുന്ന, ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തത്തെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്ക് ലഭിച്ചില്ലേ? അഥവാ വുജൂഹു യൗമൈദിൻ ഖാശിയ, അന്നു ചില മുഖങ്ങള് ഖാശിഅത്തുൻ, താഴോട്ട് തലയും തൂക്കിയിട്ട് നേരെ മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അന്നവർ വല്ലാത്ത മാനക്കേടിലാണ് ചില മുഖങ്ങൾ, വല്ലാത്ത സങ്കടത്തിലാണ് ചില മുഖങ്ങൾ. ഇവരിങ്ങനെ തലയും താഴ്ത്തിപ്പിടിച്ച് നിൽക്കുകയാണ്, മേലോട്ട് നോക്കാൻ വയ്യ. കാരണം എന്താ? ദുനിയാവിന്ന് കുറെ മുദ്രാവാക്യം വിളിച്ചതാ, കുറെ ലേഖനം എഴുതിയതാ, കുറെ സംവാദം നടത്തിയതാണ്. ഖിയാമുണ്ടാവൂല, പരലോകം ഉണ്ടാവൂല. ഖിയാമുണ്ടായി, പരലോകം ഉണ്ടായി. ഇനി എന്ത് ചെയ്യാനാ? നോക്കുമ്പോ പടച്ചവന്റെ ശിക്ഷകൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്ന് അവിടെ വാദപ്രതിവാദം നടത്തി തോൽപ്പിച്ച കൂട്ടുകാരൻ വലതുഭാഗത്ത്. അപ്പൊ അങ്ങോട്ടും നോക്കാൻ വയ്യ, അങ്ങോട്ടും നോക്കാൻ വയ്യ. മാനക്കേട് കൊണ്ട് തലയും താഴ്ത്തി പിടിച്ചു നിൽക്കുകയാണ്. മഹാന്മാർ വിശദീകരിക്കുന്നു, വുജൂഹു യൗമൈദിൻ ഖാശിയ, അന്ന് ചില മുഖങ്ങൾ നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു നിൽക്കുകയാണ്. വുജൂഹു യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ. എന്തേ ഇവരിങ്ങനെ മാനക്കേട് സഹിക്കാൻ കഴിയാതെ തലയും തൂക്കിപ്പിടിച്ച് നിൽക്കേണ്ടി വന്നത്? ഇവരൊന്നും ചെയ്യാതെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ കിടന്നുറങ്ങിപ്പോന്നവരാണോ? അല്ല. ആമിലത്തുൻ നാസിബ, ഒരുപാട് ചെയ്തിട്ടുണ്ട്, അധ്വാനിച്ച് ക്ഷീണിച്ചവരാണവർ. ആമിലത്തുൻ നാസിബ, ക്ഷീണിച്ച അവശരായി അധ്വാനിച്ചവരാണവർ. ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും അല്ലാഹ് ഇഷ്ടപ്പെട്ടതായില്ല എന്നുള്ള വിഷയം അമലിയായല്ല. ദുന്യാവിന് വേണ്ടി മാത്രം ഓടി നടന്നു, പടച്ചറബിന് പൊരുത്തുണ്ടായില്ല. ദുനിയാവിന് വേണ്ടി ഓടാൻ പാടില്ല എന്നല്ല, പക്ഷേ പടച്ചറബ് പൊരുത്തപ്പെടാതെ റബ്ബിന്റെ കാര്യങ്ങളൊക്കെ മുടക്കി ദുനിയാവിന് വേണ്ടി ഓടി. അതാ കള്ളു കുടിച്ചു, അതും പണിയാ. വ്യഭിചാരവും പണിയാ. ആമിലത്തുൻ നാസിബ എന്നുള്ളത് മനസ്സിലാകാനാ പറയുന്നത്. വ്യഭിചാരവും പണിയാ, കൊള്ളയും പണിയാ, കവർച്ചയും പണിയാ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഗാനമേളക്ക് വേദിയൊരുക്കലും പണിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മനസ്സിലാക്കണം, സർവ്വ കൂത്താട്ടങ്ങളും വിയർത്തൊലിക്കുന്ന പണി തന്നെയാണ്. ആമിലത്തുൻ നാസിബ, ക്ഷീണിച്ച